ഹായ്. എനിക്കൊരു ചെറിയൊരു പ്ലാൻ. അതായത് എനിക്ക് മുടി കളർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ ആയി ഞാൻ വിചാരിക്കുന്നു കളർ ചെയ്യണം എന്ന്. ഞാൻ ഒരു 3 ടൈംസ് മുന്നേ കളർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തവണ ചെയ്തത് വളരെ ലൈറ്റ് ആയിട്ട് ഹൈലൈറ്റ്സ് മാത്രമാണ് ചെയ്തത്. പിന്നെയും ഞാൻ അങ്ങനെ 2-3 തവണ ചെയ്തു. എല്ലാം വലിയ കുഴപ്പമില്ല, സക്സസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. എവിടെ കളർ ചെയ്യണം, എന്ത് കളർ ചെയ്യണം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഭയങ്കര ഫെയർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് എന്ത് കളർ ചെയ്താലും നന്നായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അത്ര നന്നാവണം എന്നില്ല. അപ്പം എനിക്ക് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഒരു മീഡിയം സ്കിൻ ടോൺ ആയിട്ടുള്ള ആൾക്കാരുടെ കളർ ചെയ്തത് എടുത്തു വെച്ചതുണ്ട്. പിന്നെ എനിക്ക് ഒരു ഇതുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബർഗണ്ടി വേണ്ടാന്നുണ്ട്. ബർഗണ്ടി ചെയ്യില്ല. ആൻഡ് ഭയങ്കര ലൈറ്റ്, നന്നായി എടുത്തറിയുന്ന പോലത്തെ കളറും ചെയ്യണ്ടെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അത് നാളെ പോവാം. എവിടെ പോണം എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഞാൻ 3-4 സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ബംഗാളിയെ പോലെ ആവുമോ? അങ്ങനെ ബംഗാളികളെ നമ്മൾ അധിക്ഷേപിക്കാൻ പാടും. അല്ല, നമ്മൾ മലയാളികളല്ലേ? മലയാളികളാണെങ്കിൽ എന്താ, അല്ല ബംഗാളികൾക്ക് എന്താ കുഴപ്പം? അല്ല, ചോദിച്ചോണ്ടല്ലോ. എവിടെ കളർ ചെയ്യണം എന്നൊന്നും നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ കളർ ചെയ്യും. വിനയ എന്നെ കൊണ്ടുപോകും. വിനയാണ് എന്റെ കളർ ചെയ്യണതിന്റെ കോസ്റ്റ് എടുക്കുന്നത്, വിനയായിരിക്കും. കട്ട്. സോ ഇതാണ് എൻ്റെ കളർ ചെയ്യുന്നതിൻ്റെ മുന്നേ എൻ്റെ അവസ്ഥ. ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. ഇതാണ്. ഇപ്പോൾ ഒരു കളറില്ല. നേരത്തെ അടിച്ചു കളറൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ട് എല്ലാം പോയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കളർ ചെയ്യാൻ പോവാൻ. പിന്നെ ഞാൻ ഇന്ന് ഏത് കളർ ചെയ്യുന്ന വിനെ വിചാരിക്കണേ? മഞ്ഞ, മഞ്ഞ, കടും പച്ച. പച്ച. ശരി, ഏത് ചെയ്താ നന്നായിട്ടുണ്ടാവും? സോ ഇത് ഇപ്പോഴാണ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ബിക്കോസ് ആ കുട്ടി പറഞ്ഞു വന്ന് സംസാരിച്ച് വന്നപ്പം റെഡ് എന്ന് പറഞ്ഞു. റെഡിൻ്റെ ഒരു ചേട്ടനും അനിയനൊക്കെ ആയിട്ടുള്ളൊരു കളറാണ് പറഞ്ഞത്. അപ്പം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഹെയർ വാഷ് ചെയ്ത് വരുമ്പോൾ നല്ല സുഖമായിരുന്നു. അങ്ങനെ ഉറക്കമൊക്കെ വന്നു, നല്ല ഉറക്കം വന്നു. നേരത്തെ തന്നെ കുറേ നേരം ഇരുന്നിട്ട് തന്നെ ഭയങ്കര ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഫൈനൽ റിസൾട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ജെന്യൂനായിട്ട് പറയാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഇത്ര വരും വിചാരിച്ചില്ല. ആൻഡ് ഞാൻ ബാലേജാണ് ചെയ്തത്, ഹൈലൈറ്റ്സ് അല്ല. എനിക്ക് തോന്നുന്നു അത് വെയിലത്ത് പോകുമ്പം റെഡായിട്ടും അല്ലാതെ കുറച്ചൊരു ബ്രൗൺ, ഒരു കോപ്പർ ഷെയ്ഡ് പോലെയൊക്കെയാണ്. നന്നായിരുന്നു, ആക്ച്വലി നന്നായിരുന്നു. കേൾ பண்ணும்போது அந்த கலர் கொஞ்சம் நல்லா இருக்கும்ல, സ്ട്രെയിറ്റാ പാക്കുറവിടെ. ഇതാണ് ബാക്ക് ലുക്ക്. നന്നായിരുന്നു. എന്നെപ്പോലെ വല്ലപ്പോഴും ഒക്കെ കളർ ചെയ്യുന്നവർക്ക് ഈ ഒരു വീഡിയോ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ബൈ.